കാര്യങ്ങൾ അത്തരത്തിലുള്ളത് അങ്ങനെയുള്ളതല്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ പരാതിക്ക്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തുപിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാദ്യം നിർത്തുന്ന അവർ തോറ്റു. അങ്ങനെ കളിക്കാം. ഒരു വാദമാണ് ഇപ്പോൾ പ്രതിഭാഗം ഇതിൽ കോടതിക്ക് മുൻപാകെ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കണേ. ഗുഡ് മോർണിംഗ് ചേട്ടാ. വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാൻ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ ചേട്ടാ? ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ. ഞാൻ കൊല കൊമ്പൻ. അങ്ങനെയാണല്ലോ. കല്യാണത്തിന് ശേഷം കളി തുടങ്ങിയോ? കളി മുടങ്ങാതെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ട്. അത് ഒന്നാമത് 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഇട്ട് നോക്കും. നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നതിനാണ്. നല്ല കാര്യം ചെയ്യാൻ വന്നിരിക്കുന്നത്. നാടുവിടാൻ പോവാ. ഞാൻ പറഞ്ഞില്ലേ, വളരെ ജോളി നേച്ചറാ. നന്ദി പറയാണ്. റോസ് ഉണ്ട്. തൽക്കാലം മണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹരിറോസ കാണുമ്പോ എനിക്ക് എന്നാൾ ഓർമ്മ വന്നേണ്ടറിയാം. ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പോൾ ലവ് യു എവരിബഡി.